ചിലർ കുടുങ്ങിപ്പോകും. അതിൽ നമുക്കറിയാം, പഴയ നിയമത്തിൽ മോശെ മുഖാന്തരം ലഭിച്ച അനേക പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണത്തിൽ ഏറ്റവും വലിയതെന്ന് ഒന്നിനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പ്രമാണങ്ങളെ തുച്ഛീകരിച്ചു എന്ന് പറഞ്ഞ് യേശുവിനെ വീണ്ടും കുടുക്കുവാൻ ഇടയായി തീരും. എന്നാൽ അവിടെയും യേശു കർത്താവ് അതിനെ അവരോട് താൻ അവരോട് മറുപടി പറഞ്ഞത്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളത്. അന്യോന്യം നിങ്ങളെ തന്നെ സ്നേഹിക്കണം, നിങ്ങൾ അയൽവാസികളെ സ്നേഹിക്കണം, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം എന്നുള്ളതിൽ എല്ലാ കൽപ്പനകളും, ന്യായപ്രമാണത്തിലുള്ള എല്ലാ കൽപ്പനകളും അടങ്ങിയിട്ടുണ്ടെന്ന് താൻ വ്യക്തമായി മറുപടി പറയുവാൻ ഇടയായി തീർന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് യേശു കർത്താവിന് എങ്ങനെ തന്റെ അടുക്കൽ കടന്നു വന്ന്, തന്റെ വാക്കിൽ കൊടുക്കേണ്ടതിന് തന്റെ അടുക്കൽ കടന്നു വന്ന് വ്യക്തി ജീവിതങ്ങളുടെ ചിന്തകളെ കർത്താവിന് എങ്ങനെ തിരിച്ചറിയുവാൻ സാധിച്ചു എന്ന് ഇതിനാ കർത്താവ് പലപ്പോഴും നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ഉയരത്തിലുള്ളത് ചോദിപ്പേൻ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിപ്പേൻ, ആദ്യം അവന്റെ രാജ്യവും നീതിയെ അന്വേഷിപ്പേൻ, അതോടുകൂടെ നിങ്ങൾക്ക് സകലവും ലഭിക്കും. ഇപ്പോഴും നാം ഈ ഭൂമിയിലുള്ള ചില നന്മകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. അത് കാരണമെന്നാൽ പലപ്പോഴും പലയിടങ്ങളിൽ കുടുങ്ങിപ്പോകുന്നത്, പല വ്യക്തികളുടെ മുൻപിൽ തലകുലിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥ വരുന്നത്, നമ്മുടെ ജീവിതങ്ങളിൽ പല പ്രയാസങ്ങൾ, നമ്മൾ ചില നന്മകൾ തേടി പോകുന്നത് കാരണം, ഈ ഭൂമിയിലുള്ളത് അന്വേഷിക്കുന്ന കാരണം പലയിടത്തും തലകുലിഞ്ഞും പ്രയാസപ്പെട്ട് നിന്ദിതരായും പരിഹാസിതരായും നിൽക്കേണ്ട അവസ്ഥ വരുന്നത്. ഇത് രാത്രികാലം എന്റെ കർത്താവ് ഈ വാക്കിനാൽ കൊടുക്കേണ്ടതിന് നിങ്ങളുടെ മുൻപിൽ വ്യക്തി ജീവിതങ്ങൾ കടന്നു വരിക, നിങ്ങളുടെ ജീവിതങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ, നിങ്ങളുടെ തകർച്ചകളെ കണ്ട് സന്തോഷിക്കുവാൻ അനേക വ്യക്തി ജീവിതങ്ങൾ നിങ്ങളുടെ മുൻപിൽ കടന്നു വരിക. നിന്റെ മുൻപിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തി എന്ത് ഉദ്ദേശത്തോടു കൂടെയാണ് നിന്നോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ അന്ത്യ കാലഘട്ടത്തിലെ കർത്താവിന്റെ ആത്മാവിനെ പ്രാപിക്കേണ്ടത്